സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടോ? ഖത്തറിൽ സൈബർ ക്രൈമുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ചില നിർദ്ദേശങ്ങൾ പബ്ലിക്കിന് നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യമായി ഏതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും അതിന്റെ ഡൊമൈനും URL ചെക്ക് ചെയ്യുക. ഡൊമൈൻ തെറ്റായി എഴുതിയിട്ടും ഒഫീഷ്യൽ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ ഇതിന് സമാനമായിട്ട് തോന്നിക്കുന്ന ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടും സ്കാമർമാർ പലപ്പോഴും URL ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ സ്പോൺസേർഡ് വെബ്സൈറ്റിനെ കുറിച്ച് അവെയർ ആവുക. സെർച്ച് എഞ്ചിൻ റിസൾട്ടിൽ ആദ്യം വരുന്നതിന് സ്കാമേഴ്സ് സ്പോൺസേർഡ് പരസ്യങ്ങൾ നൽകാനും ചാൻസ് ഉണ്ട്. പിന്നെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ഇലക്ട്രോണിക് അക്കൗണ്ടുകളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കുക. ഇത് യാത്രയിലായിരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വിവിധ സൈബർ ക്രൈമുകളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ പ്രൈവറ്റ് ഡാറ്റയും പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിച്ച് സേവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക. പബ്ലിക് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഒഴിവാക്കുക, പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ. പിന്നെ നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളിലും മൾട്ടി ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇന്റർനെറ്റ് സ്കാമുകൾ വേൾഡ് വൈഡ് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ടോ സ്ഥാപനമായിട്ടോ കമ്പനി ആയിട്ടോ സ്കാമേഴ്സ് എത്തിയേക്കാം. അപ്പോൾ ഫോണ്, ഇന്റർനെറ്റ്, ഇമെയിൽ എന്നിവയ്ക്ക് പുറമെ ആയിട്ട് നേരിട്ട് ഇവർ തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്കാമിങ് നടന്നത് പലപ്പോഴും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.